പനമ്പള്ളി നഗറിലുള്ള അവളുടെ ഫ്ലാറ്റിലേക്കുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ നാളത്തെ മീറ്റിംഗിൽ അവതരിപ്പിക്കേണ്ട ഒരു ഓർഗാനിക് ഡിയോഡറൻറ്റിൻ്റെ പരസ്യവാചകങ്ങളെക്കുറിച്ചായിരുന്നു അവളുടെ ചിന്ത. ഫ്ലാറ്റിൻ്റെ പടിക്കെട്ടുകൾക്ക് താഴെ എത്തിയപ്പോൾ അവൾ പെട്ടെന്ന് നിന്നു. അവിടെ ആ പടിക്കെട്ടിൽ ഒരു ചെറുപ്പക്കാരൻ ഇരിപ്പുണ്ടായിരുന്നു. ഒരു ഗ്രേ നിറമുള്ള ജാക്കറ്റ് ധരിച്ച്, ചെവിയിൽ ഇയർഫോൺ വെച്ച്, തികച്ചും അപരിചിതനായ ഒരാൾ. അവൻ വീട്ടില്ലാത്ത ഒരു തെരുവുവാസിയെപ്പോലെയോ അല്ലെങ്കിൽ മദ്യപിച്ച ഒരാളെപ്പോലെയോ തോന്നിയില്ല. വെറുതെ അവിടെ ഫോണിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. മെട്രോ സ്റ്റേഷനിൽ വെച്ച് അവൾ അവനെ കണ്ടിരുന്നോ എന്ന് അവൾക്ക് സംശയം തോന്നി. മീരയുടെ നെഞ്ചിടിപ്പ് കൂടി. ഇത് കൊച്ചി നഗരമാണ്, കണ്ടുമുട്ടാം. പക്ഷേ ഇതുപോലെയുള്ള അപരിചിതരെ സൂക്ഷിക്കണം. അവൾ ഫോൺ കയ്യിലെടുത്തു. ആവശ്യമെങ്കിൽ പോലീസിനെ വിളിക്കാൻ പാകത്തിൽ വിരലുകൾ തയ്യാറാക്കി വെച്ചു. എപ്പോഴും തലയുയർത്തി നോക്കിയിരുന്നില്ല. തൻ്റെ ഫോണിൻ്റെ സ്ക്രീനിലേക്ക് തന്നെ നോക്കി. ആരോടോ തർക്കിക്കുന്നതുപോലെ വേഗത്തിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്യുകയായിരുന്നു അവൻ. തെരുവു വിളക്കിൻ്റെ വെളിച്ചത്തിൽ അവൾ അവനെ സൂക്ഷിച്ചു നോക്കി. 20കളുടെ അവസാനത്തിലോ 30കളുടെ തുടക്കത്തിലോ ഉള്ള പ്രായം. അല്പം പാറിപ്പറന്ന മുടി. ഒറ്റനോട്ടത്തിൽ തന്നെ ഒരു എഴുത്തുകാരനോ അല്ലെങ്കിൽ ചിന്തകനോ ആണെന്ന് തോന്നിക്കുന്ന ഒരു മുഖം. അവൻ തീർച്ചയായും ഒരു മോഷ്ടാവല്ല എന്ന് മീരയുടെ മനസ്സു പറഞ്ഞു. എക്സ്ക്യൂസ് മീ. പടിക്കെട്ടിൻ്റെ താഴെ നിന്നുകൊണ്ട് മീര വിളിച്ചു. അവൻ കേട്ടില്ല. ഇയർഫോൺ വെച്ചിരിക്കുകയായിരുന്നു അവൻ. എക്സ്ക്യൂസ് മീ. ഇത്തവണ അവൾ ഒന്നുകൂടി ഉറക്കെ വിളിച്ചു. വെട്ടിത്തിരിഞ്ഞു നോക്കി. വേഗം ഇയർഫോൺ ഊരിമാറ്റി. തളർന്ന എന്നാൽ തിളക്കമുള്ള തവിട്ട് നിറത്തിലുള്ള കണ്ണുകളായിരുന്നു അവൻ്റേത്. അവൻ വേഗം എഴുന്നേറ്റു നിന്നു. സോറി, അവൻ പറഞ്ഞു. ഞാൻ വഴി തടസ്സപ്പെടുത്തിയാണോ നിന്നത്? മീര അവനെ തന്നെ നോക്കി നിന്നു. അതെ, അവൾ പതുക്കെ പറഞ്ഞു. അവൻ ഒരു വശത്തേക്ക് മാറി നിന്നു. പക്ഷേ അവിടെ നിന്നും പോയില്ല. എന്തോ പറയാൻ മടിക്കുന്നത് പോലെ അവൻ അവിടെ തന്നെ നിന്നു. നിങ്ങൾ